സേവാഭാരതി മാനവ സേവാ കേന്ദ്രം വാർഷിക പൊതുയോഗം നടന്നു. വാർഷിക പൊതുയോഗത്തോടനുബന്ധിച്ച് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും നടത്തി. അബാക്കസിൽ നാഷണൽ ലെവൽ ഫസ്റ്റ് റാങ്ക് നേടിയ അവന്തികയെയും MG സർവകലാശാല സംസ്കൃതം 3ാം റാങ്ക് നേടിയ അനുപമയെയും പ്രത്യേക പുരസ്കാരം നൽകി അനുമോദിച്ചു. സേവാഭാരതി സൊസൈറ്റി പ്രസിഡന്റ് രാജു ഈശ്വരമംഗലത്ത് അധ്യക്ഷത വഹിച്ചു. RSS കൊടുങ്ങല്ലൂർ ഖണ്ഡ് സംഘചാലക് ON ഉണ്ണികൃഷ്ണൻ സേവാ സന്ദേശം നൽകി. സേവനം ഈ നാടിന്റെ പൈതൃകമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു സവിശേഷമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ രക്തത്തിൽ അടിഞ്ഞു ചേർന്നിട്ടുള്ള, നമ്മുടെ പാരമ്പര്യത്തിൽ അടിഞ്ഞു ചേർന്നിട്ടുള്ള, നമ്മളെല്ലാം ചെയ്യാൻ എന്താണ് പ്രചോദിക്കപ്പെട്ടിട്ടുള്ള ഒരു വാക്കാണ് സേവനം. നമ്മളെല്ലാവരും സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഇരിക്കുന്ന ഇത് സേവനം ചെയ്യാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല. നമ്മുടെ വീട്ടിൽ വിശന്നു വരുന്ന ഒരാൾക്ക് നമ്മളെല്ലാവരും അന്നം കൊടുക്കാറുണ്ട്. നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് ഒരു കുട്ടി എന്താ പറയാ തീരെ പുസ്തകം മേടിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ സാഹചര്യമില്ലാതെ പഠിക്കുന്ന സമയത്ത് നമ്മളെല്ലാം ആ കുട്ടിയെ സഹായിക്കാറുണ്ട്. അതേപോലെ തന്നെ ഒരാള് എന്താണ് പറയാ ചികിത്സയ്ക്ക് വേണ്ടി സഹായം അഭ്യർത്ഥിക്കുമ്പോൾ നമ്മൾ ഒരു പ്രേരണയും ചെലുത്താതെ ആ കുടുംബത്തെ സഹായിക്കാറുണ്ട്. ഇങ്ങനെ നിരവധി സേവാ കാര്യങ്ങൾ ഓരോ വ്യക്തികളും ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാമുള്ള ഒരു ആകെത്തുക, ഇങ്ങനെ വ്യക്തികൾ ചെയ്യുന്ന ഒരു കാര്യത്തെ ഒരു സംവിധാനമാക്കി നടത്തുക എന്നുള്ളതാണ് സേവാഭാരതി ചെയ്യുന്നത്. സേവനം തുടങ്ങുന്നത് തന്നെ സേവാഭാരതി എന്നല്ല. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ സവിശേഷമായ പാരമ്പര്യത്തിൽ അടങ്ങിയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ശ്രീബുദ്ധന്റെ കാലത്തേക്ക് പോവുകയാണെങ്കിൽ വളരെ പുറകോട്ട് പോകുമ്പോൾ നമുക്കറിയാം അദ്ദേഹം രാജാവായിരുന്നു. മാനവ സേവാ കേന്ദ്രം പ്രസിഡന്റ് OP സുരേഷ് സ്വാഗതം ആശംസിച്ചു. വൈസ് പ്രസിഡന്റ് രാധിക അജിത് കുമാർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. KS കണ്ണൻ കണക്കുകൾ അവതരിപ്പിച്ചു. നഗരസഭാ കൗൺസിലർ TS സജീവൻ സമ്മാനദാനം നടത്തി. സേവാകേന്ദ്രം സെക്രട്ടറി PK രാധാകൃഷ്ണൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ചിത്ര ലക്ഷ്മി നാരായണൻ നന്ദിയും പറഞ്ഞു.